വനിതാ ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയും നിസ്വ കോളേജ് പ്രിൻസിപ്പലും പ്രമുഖ എഴുത്തുകാരിയും പ്രഭാഷകയുമായ ആയിഷ ഫർസാനയുടെ സംയുക്ത സംരംഭമായ ആത്മാവിഷ്കാരത്തിന്റെ പെണ്ണിടങ്ങൾ തിരയടങ്ങാതെ പെൺകവിതകൾ എന്ന പുസ്തകത്തിന്റെ കവർ റിലീസിംഗ് പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെയാണ് നടന്നത്. കാഞ്ഞങ്ങാട് ചേംബർ ഓഫ് കൊമേഴ്സിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത്. പുസ്തകരചയിതാവും സാഹിത്യ രാഷ്ട്രീയ രംഗങ്ങളിൽ നിറസാന്നിധ്യവുമായ സി മുഹമ്മദ് കുഞ്ഞി, KMCC ഷാർജ കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഷംസുദ്ദീൻ കല്ലൂരാവിക്ക് നൽകി കവർ റിലീസിംഗ് നിർവഹിച്ചു. ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട് ഈ നിമിഷത്തിൽ. നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് മുസ്ലിം വനിതകൾക്കിടയിൽ ഒരുപക്ഷെ അപൂർവമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരിക്കും ആയിഷ ഫർസാന. ഇങ്ങനെ പ്രഭാഷകയാകാനും അതുപോലെ തന്നെ എഴുത്തുകാരിയാകാനും അതോടൊപ്പം തന്നെ കവയത്രിയാകാനുമുള്ളൊരു ഭാഗ്യം ആയിഷക്ക് ലഭിച്ചത് നമ്മുടെ നാടിനെ ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സംഭാവന കൂടിയാണ്. അപ്പോൾ ഒരു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഘടകമാണ് മുഖം എന്ന് പറയുന്നത്. നമുക്ക് കയ്യോ കാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവയവങ്ങളോ ഇല്ലെങ്കിൽ നമുക്ക് ജീവിച്ചു പോകുന്നതിന് പ്രയാസമില്ല. കോഴിക്കോട് പൂമുഖം ബുക്സ് ആണ് പ്രസാധകർ. വിഷാദഭരിതമായ വൈകാരിക ലോകത്തെ കേന്ദ്രീകരിക്കുന്ന രചനകളാണ് കവിതയിലുള്ളതെന്നും ആത്മസംതൃപ്തിക്കു വേണ്ടി ചെയ്യുന്ന പോരാട്ടമാണ് എഴുത്തെന്നും ഫർസാന ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞു. ഇത് പൂമുഖം ബുക്സ് ഇറക്കുന്ന പുസ്തകമാണ്. കവിതാ മേഖലകളിൽ കൂടുതൽ കവിതകൾ മാത്രമായിട്ട് ചെയ്യുന്ന 10ഓളം കവിത്രികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഓരോ കവിത്രികളിൽ നിന്നും 6 വീതം കവിതകൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ കവിതകളാണ് ഈ പുസ്തകത്തിലൂടെ പ്രസിദ്ധീകരിക്കുന്നത്. എൻ്റെ 6 കവിതകളാണ് ഇതിലുള്ളത്. അതിൽ ബലി, അലയടങ്ങാത്ത മനസ്സ്, വലിച്ചെറിഞ്ഞ വിത്ത്, പുനർജനി, ആത്മാവ് വേർപെട്ടിട്ടില്ല തുടങ്ങിയ കവിതകളാണ് ഇതിലുള്ളത്. മുസ്ലിം സ്ത്രീകളിൽ അപൂർവമായി മാത്രം കാണുന്നതാണ് കവിതാ രചനകളെന്നും നാടിനഭിമാനമായി മാറിയിരിക്കുകയാണ് ഫർസാന എന്നും സി മുഹമ്മദ് കുഞ്ഞിയും ഷംസുദ്ദീൻ കല്ലൂരാവിയും കവർ പ്രകാശന വേളയിൽ പറഞ്ഞു. മുസ്ലിം ലീഗ് അജാനൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബഷീർ ചിത്താരി അധ്യക്ഷത വഹിച്ചു. ആമുഖ ഭാഷണം ആയിഷ ഫർസാന നിർവഹിച്ചു. ഖാലിദ് MK സ്വാഗതം പറഞ്ഞു. അഹമ്മദ് കിർമാണി, ഉസ്മാൻ ഗലീജ്, കരീം കല്ലൂരാവി, അധ്യാപിക വനജ, ജമീല കുഞ്ഞബ്ദുള്ള, നഫീസ PP, ഷുജൈറ PP തുടങ്ങിയവർ സംസാരിച്ചു. അജാനൂർ പഞ്ചായത്ത് മെമ്പർ ഷക്കീല ബദ്രുദ്ദീൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.